രാവിലെ ഉറക്കെണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാ മുറ്റത്ത് നിറയെ വിരുന്നുകാർ. അതിലൊരാളാണെങ്കിലോ ഒരാവശ്യമില്ലാതെ വീടിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. വയറ് നിറയെ അരിമണികളൊക്കെ കൊത്തി തിന്ന് എല്ലാവരും സന്തോഷത്തോടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് യാത്രയായി. നല്ല പഴുത്ത മാങ്ങയുടെ മധുരം നുണഞ്ഞുകൊണ്ട് അച്ഛനും അതീവ സന്തോഷത്തിലായിരുന്നു. അമ്മ സ്നേഹം നിറച്ചുണ്ടാക്കി തന്ന പത്തലും ചിക്കൻ വറവും കൂട്ടി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് വീണ്ടും ഒരു അനക്കം. പോയി നോക്കിയപ്പോഴോ യാത്ര പറഞ്ഞു പോയ വിരുന്നുകാരൊക്കെ തിരികെ വന്നിരിക്കുന്നു. എന്താ അല്ലേ, വന്ന് മയിലുകളൊക്കെ ഇപ്പോൾ കാക്കയെ പോലെ ആയിരിക്കുന്നു. മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് മാങ്ങക്കൊട്ടും പഞ്ഞ ഉണ്ടായിരുന്നില്ല വീട്ടിൽ. വൈകുന്നേരം ആയപ്പോൾ പതിവൊട്ടും തെറ്റിക്കാതെ ലിയോ നേരത്തെ വന്നെത്തി. ലിയോൻ്റെ മുതലാളി പൊന്നുമാണ് കേട്ടോ. പൂച്ചയുടെ നിഴൽ കണ്ടാൽ മതി ലിയോക്ക് ഭ്രാന്തളകും. പാവം ഒരു പൂച്ചയെ കുരച്ച് ഓടിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. പൂച്ച ലിയോനെ പേടിച്ചൊരു മൂലയിൽ ഒളിച്ചും പാത്തും നോക്കി മെല്ലെ പതുക്കെ ഓടി രക്ഷപ്പെടുകയാണ്. അത് കണ്ടതോ ലിയോ ഉണ്ടോ വിടുന്നു, ഒറ്റയോട്ടം അതിൻ്റെ പുറകെ. ലിയോയുടെ ബഹളവും കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സമാധാനമായിട്ടൊരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ തീർന്നത് വരെ ഒരു സിനിമയും ഇട്ട് വെച്ചു. പിന്നീട് മാവിൻ്റെ ചൂട്ടിലേക്ക് ഒറ്റ നടപ്പ്. സ്ഥിരം പതിവ് തെറ്റിക്കണ്ടല്ലോ. നിറയെ മാങ്ങകളുണ്ട്. എല്ലാ ദിവസവും ഒരുപാട് മാങ്ങകൾ കിട്ടും. കിട്ടിയതും പറക്കി നേരെ വീട്ടിലേക്ക്. ഇതാണ് ഞങ്ങളുടെ പറങ്കി മാവ്. കശുവണ്ടി എന്നും പറയും. നിറയെ കശുവണ്ടികൾ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞി പച്ചക്കറി തോട്ടമാണ്. ചീരയും വഴുതനങ്ങയൊക്കെ ഉണ്ട്. കോവക്കയുടെ വള്ളിച്ചെടികൾക്കിടയിൽ നിങ്ങളെൻ്റെ ഗാന്ധിജിയെ കാണുന്നുണ്ടോ? B.Ed കാലത്ത് ഇൻറ്റേൺഷിപ്പിൽ 8ാം ക്ലാസ്സിലെ മക്കൾക്ക് എൻ്റെ ഗുരുനാഥൻ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മോഡലാണ് കേട്ടോ ആ ഗാന്ധിജി. അപ്പോൾ ഇന്നത്തെ മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.